ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യം 1. ആദിയിൽ ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചു? ഉത്തരം ആകാശവും ഭൂമിയും. ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വചനം. അടുത്ത ചോദ്യം, പാഴായും ശൂന്യമായും ഇരുന്നത് എന്ത്? ഉത്തരം ഭൂമി. 1-ാം അധ്യായം 2-ാം വചനം. അടുത്ത ചോദ്യം, ഭൂമിയിൽ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം ദൈവത്തിൻ്റെ ആത്മാവ്. 1-ാം അധ്യായം 2-ാം വചനം. അടുത്ത ചോദ്യം, ആഴത്തിന്മീതെ എന്താണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഇരുൾ. 1-ാം അധ്യായം 2-ാം വചനം. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദ്യം കൽപ്പിച്ച വാക്ക് ഏത്? ഉത്തരം വെളിച്ചമുണ്ടാകട്ടെ. 1-ാം അധ്യായം 3-ാം വചനം. അടുത്ത ചോദ്യം, നല്ലത് എന്ന് ദൈവം കണ്ട ആദ്യ പ്രതിഭാസം ഏത്? ഉത്തരം വെളിച്ചം. 1-ാം അധ്യായം 4-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം ഇരുളിന് കൊടുത്ത പേര് എന്ത്? ഉത്തരം രാത്രി. 1-ാം അധ്യായം 5-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം വെളിച്ചത്തിന് നൽകിയ പേര് എന്ത്? ഉത്തരം പകൽ. 1-ാം അധ്യായം 5-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം വിധാനത്തിന് നൽകിയ പേര് എന്ത്? ഉത്തരം ആകാശം. 1-ാം അധ്യായം 8-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം വിധാനം സൃഷ്ടിച്ചത് എവിടെ? ഉത്തരം വെള്ളങ്ങളുടെ മധ്യേ. 1-ാം അധ്യായം 6-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം ആകാശം സൃഷ്ടിച്ചത് എത്രാം ദിവസം? ഉത്തരം 2-ാം ദിവസം. 1-ാം അധ്യായം 8-ാം വചനം. അടുത്ത ചോദ്യം, ഉണങ്ങിയ നിലത്തിന് ദൈവം നൽകിയ പേര് എന്ത്? ഉത്തരം ഭൂമി. 1-ാം അധ്യായം 10-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം ഏതുതരം വൃക്ഷങ്ങളെയാണ് 3-ാം ദിവസം സൃഷ്ടിച്ചത്? ഉത്തരം അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷം. 1-ാം അധ്യായം 11-ാം വചനം. അടുത്ത ചോദ്യം, ഏതുതരം സസ്യങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചത്? ഉത്തരം വിത്തുള്ള സസ്യങ്ങൾ. 1-ാം അധ്യായം 11-ാം വചനം. അടുത്ത ചോദ്യം, രാത്രിയും പകലും തമ്മിൽ വേർപിരിയാൻ ദൈവം ഉപയോഗിച്ച പ്രതിഭാസം എന്ത്? ഉത്തരം വെളിച്ചങ്ങൾ. 1-ാം അധ്യായം 14-ാം വചനം. അടുത്ത ചോദ്യം, ഏതു ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്? ഉത്തരം 4-ാം ദിവസം. 1-ാം അധ്യായം 19-ാം വചനം. അടുത്ത ചോദ്യം, നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറയുവിൻ എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം ജലജന്തുക്കളോട്. 1-ാം അധ്യായം 22-ാം വചനം. അടുത്ത ചോദ്യം, ആരുടെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഉത്തരം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. 1-ാം അധ്യായം 26-ാം വചനം. അടുത്ത ചോദ്യം, സകല ജീവിമേലും വാഴാൻ അധികാരം കൊടുത്തത് ആർക്കാണ്? ഉത്തരം മനുഷ്യന്. 1-ാം അധ്യായം 26-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഉത്തരം ആണും പെണ്ണുമായി. 1-ാം അധ്യായം 27-ാം വചനം. ഈ ചോദ്യോത്തരങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.